കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. MCQs. ഇത് റിവൈസ്ഡ് MCQs ആയിട്ട് ചോദിച്ചു പോയതാണ്. കഴിഞ്ഞ NIB എക്സാംസിലെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. An advocate is under an obligation to uphold the rule of law and ensure that public justice system is enabled to function at its full potential. Any violation of the principle of professional ethics by an advocate is unacceptable and unacceptable. So, ignoring even a minor violation of misconduct militates against the fundamental foundation of the public justice system. ഇത് ഏത് കേസിലാണ് പറഞ്ഞത്? OP Sharma versus High Court of Punjab and Haryana 2011 കേസാണ്. 6 SCC 86. അപ്പൊ ഇതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശർമ്മ അബ്യൂസീവും അതേപോലെ ഇന്റിമിഡേറ്റിംഗ് ലാംഗ്വേജും ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തു? നമ്മളെ ജഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തു. അപ്പൊ റൂൾ ഓഫ് ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ അദ്ദേഹം പെരുമാറിയിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി OP Sharma വേഴ്സസ് ഹൈക്കോർട്ട് ഓഫ് ബെഞ്ച് ആൻഡ് ഹൈക്കോർട്ട് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന. അടുത്ത് നമുക്ക് നോക്കാം. മാക്സിമം ലിമിറ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ബാർ കൗൺസിൽ. ഒരു സ്റ്റേറ്റ് ബാർ കൗൺസിലിന്റെ മാക്സിമം ലിമിറ്റ് എത്രയാണ് മെമ്പേഴ്സിന്റെ? ഓപ്ഷൻ സി 25 ആണ്. അതായത് ഒരു സ്റ്റേറ്റ് ബാർ കൗൺസിലിന്റെ ഒരു ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് not exceeding 5,000. 15 members in case of State Bar Council with an electorate exceeding 5,000 but not exceeding 10,000. അപ്പോൾ 20 members ആണ് State Bar Council. Okay. In case of State Bar Council with an electorate exceeding 10,000, 10,000-ന് മേലെ പോവുകയാണെങ്കിൽ 25 members ആണ്. Elected in accordance with the system of proportional representation വെച്ചിട്ടാണ് സ്റ്റേറ്റ് ബാർ കൗൺസിലിലെ മെമ്പേഴ്സിനെ ഇലക്ടോറേറ്റിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതാ ടൈപ്പ്? ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എമംഗസ്റ്റ് അഡ്വക്കേറ്റ്സ് ഓൺ ദ ഇലക്ടോറൽ റോൾ ഓഫ് സ്റ്റേറ്റ് ബാർ കൗൺസിൽ. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ്. അപ്പൊ മാക്സിമം ലിമിറ്റ് 25 ആണ്. അപ്പൊ 10,000-ന് മേലെ പോവുകയാണെങ്കിൽ, 10,000-ന് താഴെയാണെങ്കിൽ എത്ര? 10,000-ന് താഴെയാണെങ്കിൽ 20 മെമ്പേഴ്സ്. ഇനി അഡ്വക്കേറ്റ്സ് ആക്ട് ഏത് വർഷമാണ് വന്നത്? 1961-ലാണ്. ടു ഫോഴ്സ് ഓൺ ഏത് വർഷമായിട്ട് വരും ഇവിടെ? അപ്പോ 19 മെയ് 1961-ലാണ് അഡ്വക്കേറ്റ്സ് ആക്ട് ഫോഴ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തെറ്റേ ഉള്ളൂ. 19 ഏപ്രിൽ നിന്ന് കൺഫ്യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതേപോലെ 19 ജനുവരി എന്നും തന്നിട്ടുണ്ട്. 19 മെയ് 1961-ലാണ് അഡ്വക്കേറ്റ്സ് ആക്ട് വരുന്നത്. ഇനി റൂൾസ് മെയ്ഡ് ബൈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇൻ എക്സസൈസിങ് ഇറ്റ്സ് റൂൾ മേക്കിംഗ് പവർ അണ്ടർ ഏത് ആക്ടിലാണ് റൂൾ മേക്കിംഗ് പവർ കൊടുത്തിട്ടുള്ളത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക്? അഡ്വക്കേറ്റ്സ് ആക്ട് 1961-ലല്ലേ? 61 പ്രകാരമല്ലേ? സി, ഓപ്ഷൻ സി, അഡ്വക്കേറ്റ്സ് ആക്ട് 1961 പ്രകാരമാണ് റൂള് ഉണ്ടാക്കാൻ ബാർ കൗൺസിലിന് പവർ കൊടുത്തിട്ടുള്ളത്. ഇനി an advocate may, while practicing, take up teaching of law in educational institution which is affiliated to a university so long as the hours during which he is so engaged in the teaching of the law do not exceed dash hours in a day. എത്ര മണിക്കൂർ വരെ ഒരു അഡ്വക്കേറ്റിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാം? 3 hours. ഓപ്ഷൻ ബി 3 hours. 3 മണിക്കൂർ വരെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്വക്കേറ്റിന് പഠിപ്പിക്കാം. പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ 3 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇനി ഏത് ലാൻഡ്മാർക്ക് കേസിലാണ് അഡ്വക്കേറ്റിന് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റിന് ഗിൽറ്റി ആയിട്ട് കൊണ്ടുവന്നത്? ഇതെല്ലാം നേരത്തെ ചോദിച്ച MCQs ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള MCQs ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാൻഡ്മാർക്ക് കേസ് അഡ്വക്കേറ്റ് വാസ് ഹെൽഡ് ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് ആസ് ഹി ഹാഡ് ഫോർജ്ഡ് ദ കോർട്ട് ഓർഡർ? ഏത് കേസിലായിരുന്നു? പ്രതാപ് നാരായൺ വേഴ്സസ് OIP രഹേജ. ഓപ്ഷൻ എ ആണ് അഡ്വക്കേറ്റിന് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റിന് ഇവിടെ ഗിൽറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചുമത്തിയത്. ഓക്കെ, ഇനി if an advocate is aggrieved by an order of disciplinary committee of State Bar Council made under Section 35 of Advocate Act or Advocate General of the state may prefer and appeal to Bar Council of India within dash days of date of communication of order.
അപ്പൊ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ബാർ കൗൺസിലിന്റെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഓർഡർ വന്നു ഒരു അഡ്വക്കേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടെങ്കിൽ സെക്ഷൻ 35 പ്രകാരം അഡ്വക്കേറ്റ് ആക്ടിലോ അഡ്വക്കേറ്റ് ജനറലിനോ അപ്പീൽ കൊടുക്കാം. എത്ര ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ. എത്ര ദിവസത്തിനുള്ളിലായിരിക്കണം? വിത്തിൻ 60 ഡേയ്സ്. ഓപ്ഷൻ സി 60 ഡേയ്സ്, 60 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകണം. ഇനി നമ്മുടെ 7 ലാൻഡ്സ് ഓഫ് അഡ്വക്കസി. അബോട്ട് പാരി പറയുന്ന ജസ്റ്റിസ് അബോട്ട് പാരി പറയുന്ന 7 ലാൻഡ്സ് ഓഫ് അഡ്വക്കസി ഏതൊക്കെയാണ്? നമുക്കറിയാം 7 ലാൻഡ്സ്. ജസ്റ്റിസ് അബോട്ട് പാരിയുടെ ബുക്ക് 1923 ആണ് വർഷം. നമുക്കറിയാലോ 7 വെർച്യൂസ് ഏതൊക്കെയാണ്? ഒരു അഡ്വക്കേറ്റ് ഓണസ്റ്റ് ആയിരിക്കണം, കറേജ് ആയിരിക്കണം, ഇൻഡസ്ട്രി ആയിരിക്കണം, അടുത്ത് വിറ്റായിരിക്കണം, എലക്വൻസ് ഉണ്ടാവണം, ജഡ്ജ്മെന്റ് ആൻഡ് ഫെലോഷിപ്പ്. അപ്പൊ ഓണസ്റ്റി, കറേജ്, ഇൻഡസ്ട്രി, വിറ്റ്, എലക്വൻസ്, ജഡ്ജ്മെന്റ് ആൻഡ് ഫെലോഷിപ്പ്. അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ്? അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ജനിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2002 കേസാണ്. ഡെൽറ്റ് വിത്ത് വിച്ച് ഇഷ്യൂ? EWSന്റെ റിസർവേഷന്റെ കാര്യമാണ് ഈ ജനിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2002 ഡീൽ ചെയ്തത്. ഇനി വിച്ച് കേസ് ഡീക്രിമിനലൈസ്ഡ് ഹോമോസെക്ഷുവാലിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹോമോസെക്ഷുവാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്ത ഏത് കേസിലാണ്? നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നവ്തേജിന്റെ കേസിലാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള നവ്തേജിന്റെ കേസിലാണ് ഹോമോസെക്ഷുവാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്തത്. അടുത്ത് നമ്മൾ സ്പീഡായിട്ട് പോകുന്നത് എക്സാമിന് മുന്നേ ഉള്ള ദിവസം ആയതുകൊണ്ടാണ്. പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ഇൻ ഏത് കേസിലാണ് പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്? ജസ്റ്റിസ് AS പുത്താസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 കേസിലാണ് പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. 2017. Which case struck down the electoral bond scheme? Electoral bond scheme struck down ചെയ്തത് ഏത് കേസിലാണ്? 2024 അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലാണ് ഇലക്ട്രോണിക് ബോണ്ട് സ്കീം സ്ട്രക്ക് ഡൗൺ ചെയ്തത്. 2024 കേസാണ്. In which case did court holds MPs or MLAs are not immune from bribery prosecution? ഏത് കേസിലാണ് പറഞ്ഞത് MLAയും MP മാരൊന്നും ബ്രൈബറി പ്രോസിക്യൂഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന്? സീതാ സോറൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2024 കേസാണ്. ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയ കേസാണ് സോറന്റെ കേസ്. സബ് കാറ്റഗറൈസേഷൻ ഓഫ് സുപ്രീം കോർട്ട്സ് വാസ് അപ്ഹെൽഡ് ഇൻ ഏത് കേസിലാണ്? ദാവേന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2024 കേസാണ്. 7 ജഡ്ജ് ബെഞ്ചാണ് ഡിസൈഡ് ചെയ്തത്. നമ്മളെ സുപ്രീം കോടതിയിൽ സബ് കാറ്റഗറൈസേഷൻ അപ്ഹെൽഡ് ചെയ്ത കേസാണ് ദാവീന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അടുത്ത് ഈ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തു ടു ഇൻക്ലൂഡ് ലിവ് ഇൻ ഓർ ക്യൂർ ഫാമിലീസ്. കീർന്നോ ക്യൂർന്നോ നിങ്ങൾക്ക് പറയുന്നത് എന്താ വായിക്കാൻ പറ്റുന്നത്? ക്യൂർ ഫാമിലീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ലിവിനും കൂടെ ആഡ് ചെയ്തത് ഏത് കേസിലാണ്? ദീപിക സിംഗ് വേഴ്സസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 2022 കേസിലാണ് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പാൻഡ് ചെയ്തത്. ഇനി അബോർഷൻ റൈറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തു ടു അൺമാരീഡ് വിമൻ ഏത് കേസിലാണ്? എക്സ് വേഴ്സസ് NCT ഓഫ് ഡൽഹി. വിക്ടിമിനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് വേഴ്സസ് NCT ഓഫ് ഡൽഹി 2022 കേസിലാണ് അബോർഷൻ റൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അൺമാരീഡ് വിമനിലേക്ക്. NCT ഓഫ് ഡൽഹി. ഏത് കേസിലാണ് അഡൽട്ടറി സ്ട്രക്ക് ഡൗൺ ചെയ്തത്? IPC 497 അഡൽട്ടറി സ്ട്രക്ക് ഡൗൺ ചെയ്തത് ഏത് കേസിലാണ്? ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 കേസിലാണ് സ്ട്രക്ക് ഡൗൺ ചെയ്തത്. ഇപ്പോൾ BNS വന്നതിന് ശേഷം അഡൽട്ടറി ഒരു ഒഫൻസ് അല്ല. അതുകൊണ്ട് എന്താ കാരണം? ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസാണ് കാരണം. ഇനി ADM ജബൽപൂറിനെ ഓവർ റൂൾ ചെയ്തത് ഏത് കേസിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് മുത്തുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് ADM ജബൽപൂറിന്റെ കേസ് ഓവർ റൂൾ ചെയ്തത്. ഈ കേസിനകത്ത് EWSന്റെ കാര്യമാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കേസ് നോട്ട്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ എക്സാം.